നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിരാവിലെ രാജ്യതലസ്ഥാനം ഉറക്കമെഴുന്നേറ്റത് ഭൂമിക്കടിയിൽ നിന്നുള്ള ഉഗ്രശബ്ദം കേട്ടാണ്. ഒരു നിമിഷം കളയാതെ ഡൽഹി നിവാസികൾ ഭയന്ന് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കോടി. ഭൂചലനം രാജ്യതലസ്ഥാനത്തിന് പുതുമയുള്ളതല്ലെങ്കിലും പ്രകമ്പനത്തിനൊപ്പം ഭൂമിക്കടിയിൽ നിന്നുണ്ടായ വലിയ ശബ്ദമാണ് ജനത്തെ പരിഭ്രാന്തിയാക്കിയത്. പുലർച്ചെ 5:36 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഡൽഹിയിലാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഭൂചലനത്തിന്റെ പ്രകമ്പനം UP, ഹരിയാന തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് പരിഭ്രാന്തിയുടെ അന്തരീക്ഷമാണ് രാജ്യതലസ്ഥാനത്ത് മൊത്തം ഉണ്ടായിരിക്കുന്നത്. പുറത്തേക്ക് ഓടിയിറങ്ങിയ പലരും മൊബൈൽ ഫോണുകളിൽ പരസ്പരം ബന്ധപ്പെടുകയും സുരക്ഷിതരാണ് എന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ മണിക്കൂറുകളോളം തുറസായ സ്ഥലങ്ങളിൽ ജനം കൂട്ടമായി തന്നെ നിന്നിരുന്നു. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും സമാധാനമായി തുടരാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഒപ്പം സുരക്ഷാ മുൻകരുതലുകൾ പിന്തുടരാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എല്ലാവരും സുരക്ഷിതരാണെന്നും പ്രതീക്ഷിക്കുന്നതായും അടിയന്തര സേവനത്തിന് 112 വിളിക്കാമെന്നും ഡൽഹി പോലീസ് എക്സിൽ കുറിച്ചു. അപ്രതീക്ഷിതമായി കെട്ടിടങ്ങൾ കുലുങ്ങിയതോടുകൂടി പുറത്തേക്കിറങ്ങിയ ജനം മാധ്യമങ്ങളോടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടാണ് പ്രതികരണം നടത്തിയത്. ഭൂമിക്കടിയിലൂടെ ട്രെയിൻ പോകുന്ന അനുഭവമാണ് ഉണ്ടായതെന്നാണ് ഒരാൾ പ്രതികരിച്ചത്. ചുറ്റിലുമുള്ള എല്ലാം കുലുങ്ങുന്നതായി തോന്നിയെന്നും ഇതുപോലെ ഒരു അനുഭവം മുൻപ് ഉണ്ടായിട്ടില്ല എന്നും ആളുകൾ പ്രതികരിച്ചു. ഭൂചലനത്തിനൊപ്പം തന്നെ വലിയ ശബ്ദം ഭൂമിക്കടിയിൽ നിന്നും കേട്ടതാണ് ജനത്തെ പരിഭ്രാന്തിയാക്കിയത്. ഭൂചലന സാധ്യതയേറിയ പ്രദേശമാണ് ഡൽഹി. കഴിഞ്ഞ മാസം 23-ന് ചെന്നൈയിൽ സിൻജിയാങ്ങിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് ഡൽഹി NCRൽ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. 2 ആഴ്ച മുൻപ് അഫ്ഗാനിസ്ഥാനിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോഴും രാജ്യതലസ്ഥാനത്ത് സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്.